ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ FS കുക്കറി വ്ളോഗ്സ്. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ഒറട്ടിയും അതുപോലെ ബീഫ് പെപ്പർ റോസ്റ്റും. ഞാൻ രണ്ടും ഒരേ സമയത്ത് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ഒരു 6 വെളുത്തുള്ളി അല്ലിയും അതുപോലെ ഒരു 3-4 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അപ്പം ഞാൻ ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് റോസ്റ്റിംഗ് പരിപാടികളാണ്. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം കുറച്ച് കുരുമുളക്, പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത്രയാണ് ഞാൻ ആദ്യമേ ഇട്ടിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത്. ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതെല്ലാം മൂപ്പിച്ചെടുക്കുന്നത്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണേ. അതിനുശേഷം നന്നായിട്ട് മൂത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ആവശ്യത്തിന് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് തണുക്കാൻ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൽ നിന്ന് പകുതിയോളം ഞാനെടുത്ത് മാറ്റിയതിന് ശേഷം ആ ജാറിലേക്ക് തന്നെ നമ്മളിപ്പോൾ വറുത്ത മസാല ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കും. എന്നിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോയോളം വരുന്ന ബീഫ് കഴുകി ഡ്രെയിൻ ചെയ്ത് കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട്. ആ കുക്കറിലേക്ക് തന്നെ നമ്മളിപ്പോൾ ക്രഷ് ചെയ്ത് വെച്ച മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചു കൊടുക്കുക. നമ്മളൊരു 3-4 മിനിറ്റ് വരെ മൂടി വെച്ച് വേവിക്കുക. ആ ഒരു സമയത്ത് ഈ ബീഫിൽ നിന്നുള്ള വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഊറി വരും. അപ്പോൾ എനിക്ക് ഇന്ന് ബീഫിൽ നിന്ന് അധികം വെള്ളം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 1.5 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടാണ് ബീഫ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇത് ഞാൻ മുമ്പ് ഒരു റെസിപ്പി ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ ഇതുപോലെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇതൊന്നും കൂടി ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 6 വിസിൽ വരെ വെച്ച് വേവിച്ചെടുക്കും. അതൊക്കെ വിസിലൊക്കെ ഓരോരുത്തരെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് വേകുന്ന ടൈം കൊണ്ട് നമുക്ക് ഒറട്ടിയുടെ പ്രിപ്പറേഷൻ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അടുപ്പിലോട്ടൊരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്കൊരു 3 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി വെള്ളം തിളച്ച് തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമുക്കിതിനകത്തോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം നിങ്ങൾ കിണ്ടി എടുക്കാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മാവ് ഒരുപാട് കൂടുതലായിട്ട് തോന്നും. ഞാനിവിടെ എപ്പോഴും ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കറക്റ്റ് അളവറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചിലർക്ക് കിട്ടുന്ന മാവ് ഒരുപാട് വെള്ളം കുടിക്കുന്ന ടൈപ്പായിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ 3 കപ്പ് വെള്ളത്തിന് 2 കപ്പാണ് അരിമാവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിണ്ടിയതിന് ശേഷം ഞാൻ തണുക്കാനായിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുകയാണ്. അതവിടെ ഇരുന്ന് തണുക്കുന്ന ടൈം കൊണ്ട് നമുക്ക് ബീഫിന് വേണ്ടിയിട്ടുള്ള ബാക്കി മസാല പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അടുപ്പിലോട്ടൊരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം മതി. എപ്പോഴും ഇറച്ചിയൊക്കെ വയ്ക്കുമ്പോൾ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് കൊളസ്ട്രോളൊക്കെ വരാതെ സഹായിക്കും. അതിലേക്ക് കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിന് ശേഷം
നമ്മളവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വാടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇതിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഉള്ളി വാടാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുമ്പോൾ നേരത്തെ നമ്മൾ ബീഫിൽ ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്, അത് കണക്കാക്കിയിട്ട് വേണം ഇതിനകത്ത് ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഉരട്ടി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ചെറിയ ചൂടോടുകൂടി തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആ ഒരു ചൂടാവുമ്പോൾ തന്നെ ഇത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിലൊന്ന് കൈ ഒപ്പിയതിന് ശേഷം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പറ്റും കേട്ടോ ഇതുപോലെ കുഴച്ചെടുക്കാനായിട്ട്. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ നല്ല രീതിയിലുള്ള ഉരട്ടി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ ഒരു അളവിൽ നിന്ന് എനിക്ക് ഏകദേശം 12 ബോൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോ ബോളായിട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഉരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അടുപ്പിലോട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക ഉരട്ടി ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ ഓരോ ബോൾസ് ഇതുപോലെ എടുത്തൊന്ന് പ്രസ് ചെയ്യുക. ഈ പ്രസ്സിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക, ഒന്ന് അമർത്തി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ചുട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി, ഇല്ലെങ്കിൽ ഉരട്ടി കരിഞ്ഞു പോവേ. അപ്പോൾ പാൻ നല്ല ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഉരട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു സൈഡ് വെന്ത് വരുമ്പോൾ മറിച്ചിട്ട് അടുത്ത സൈഡും വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ഉരട്ടി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 ടീസ്പൂണോളം ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഇനിയും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇനിയും ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ട് അതിൻ്റെ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡിയായി. അപ്പോൾ ബീഫ് പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മൂടി വെച്ച് ഒന്ന് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു കറിയാണ്. നല്ലൊരു കോമ്പിനേഷനാണ് ഉരട്ടി, അതുപോലെ ഇടിയപ്പം, അപ്പം, ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.